ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഡിസംബർ 19 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജൈഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സിലെ ചില ഹെഡിങ്സ് ആണ്: കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. സ്പിന്നർ ആർ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 43 വർഷത്തിന് ശേഷമുള്ള ആദ്യ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സന്ദർശിക്കുന്ന പ്രൈം മിനിസ്റ്റർ ആണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഫിഡെ വേൾഡ് അണ്ടർ 18 യൂത്ത് റാപ്പിഡ് ആൻഡ് ബ്ലിസ് ചെസ് കിരീടങ്ങൾ നേടിയിട്ടുള്ളത് പ്രണവ് വെങ്കടേഷ്, ഇന്ത്യയുടെ പ്രണവ് വെങ്കടേഷ്. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളാണ് ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. ഇന്ന് ഡിസംബർ 19. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: കെ ജയകുമാർ ബാക്സ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കെ ജയകുമാറിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിൽ ഉള്ള ഒരു വാർത്തയാണ്. അതായത് കെ ജയകുമാറിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ള കാര്യം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മുൻ കേരള ചീഫ് സെക്രട്ടറിയും പ്രശസ്ത എഴുത്തുകാരന്റെ പേര് കെ ജയകുമാർ. 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത് കെ ജയകുമാറിനാണ്. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. 2023 ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് EV രാമകൃഷ്ണനാണ്. അതിനു മുമ്പ്, അതായത് 2022 M തോമസ് മാത്യുവിനാണ്. എന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആരംഭിച്ചിട്ടുള്ളത്? 1955 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആരംഭിച്ചിട്ടുള്ളത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ തിരഞ്ഞെടുത്ത കെ ജയകുമാറിന്റെ കവിതയുടെ പേര് പിംഗലകേശിനി. പിംഗലകേശിനി എന്ന കവിതയ്ക്കാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കെ ജയകുമാറിന് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ എത്ര ഭാഷകളിൽ നൽകുന്നു? 24 പ്രധാന ഇന്ത്യൻ ഭാഷകൾ. 24 ലാംഗ്വേജിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകുന്നത്. മലയാളത്തിൽ ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് കെ ജയകുമാറിനാണ്. 1955 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നൽകുന്നത് ആരാണ്? ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ്. ഇന്ത്യാസ് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് ആണ് എല്ലാ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകി വരുന്നത്. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: എയ്സ് ഓഫ് സ്പിന്നർ ആർ അശ്വിൻ അനൗൺസസ് റിട്ടയർമെന്റ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്. എയ്സ് ഓഫ് സ്പിന്നർ ആർ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലെ സ്പോർട്സ് പേജിൽ നിൽക്കുന്ന ഒരു വാർത്തയാണ്. അതായത് ആർ അശ്വിൻ, അദ്ദേഹത്തിന്റെ വിരമിക്കൽ. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ആർ അശ്വിൻ. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 18 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഓഫ് സ്പിന്നറുടെ പേര് രവിചന്ദ്രൻ അശ്വിൻ. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അതായത് രവിചന്ദ്രൻ അശ്വിൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുന്ന ഒരു വാർത്ത. അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു ഡിസംബർ 18. ഹീസ് അനൗൺസ്ഡ് ഹിസ് റിട്ടയർമെന്റ് ഓൺ ഡിസംബർ 18. 2024 ഡിസംബർ 18 രവിചന്ദ്രൻ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഏത് പരമ്പരയിലാണ്? ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ 3-ാം ടെസ്റ്റ് മത്സരം. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയാണ് ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് സീരീസ്. ഇത് അലൻ ബോർഡർ, സുനിൽ ഗവാസ്കർ ഇവരുടെ പേരിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ടൂർണമെന്റ് ആയിരുന്നു ബോർഡർ ഗവാസ്കർ സീരീസ്. ഇതൊരു ടെസ്റ്റ് മത്സരമാണ്. ഇതിന്റെ 3-ാമത്തെ ടെസ്റ്റ് മത്സരത്തിലാണ് ആർ അശ്വിൻ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ മോദി ടു വിസിറ്റ് കുവൈറ്റ് ഓൺ ഡിസംബർ 21-22, മേക്കിംഗ് ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ഇൻ 43 ഇയേഴ്സ്. 43 വർഷത്തിന് ശേഷമുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം അടയാളപ്പെടുത്തുന്ന പ്രധാനമന്ത്രി മോദി ഡിസംബർ 21 മുതൽ 22 വരെ കുവൈറ്റ് സന്ദർശിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ അടുത്തൊരു വിസിറ്റ് അത് കുവൈറ്റിലേക്കാണ്. 43 വർഷത്തിന് ശേഷമുള്ള ഒരു വിസിറ്റ് ആണ് ഇന്ത്യയിലെ ഒരു പ്രൈം മിനിസ്റ്റർ. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എത്ര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നു? 43 വർഷം. അപ്പൊ 43 വർഷത്തിന് ശേഷമാണ്, അതായത് ഇത്രയും വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കുവൈറ്റ് സന്ദർശിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും അടുത്തുള്ള ഒരു രാഷ്ട്രമാണ് കുവൈറ്റ്. എന്നാൽ ഈ രാജ്യത്തേക്കുള്ള ഒരു വിസിറ്റ് എന്ന് പറയുമ്പോൾ 43 വർഷത്തിന് ശേഷമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ദ്വിദിന കുവൈറ്റ് സന്ദർശനം ആരംഭിക്കുന്നത് ഏത് തീയതിയിലാണ്? 2024 ഡിസംബർ 21, 22 തീയതികളിൽ.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഡിസംബർ 21 22 2 ഡേയ്സിന്റെ വിസിറ്റ് ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം. ഇത് 43 വർഷത്തിന് ശേഷമുള്ള ഒരു കുവൈറ്റ് സന്ദർശനമാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുമ്പ് കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1981. 1981 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി കുവൈറ്റ് സന്ദർശിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് സന്ദർശിക്കുക. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ കുവൈറ്റിലേക്ക് ക്ഷണിച്ച കുവൈറ്റ് അമീറിന്റെ പേര് ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജബ്ബാർ അൽ സഹാബ്. പൊതുവെ ഗൾഫ് രാജ്യങ്ങളിലെ അമീർ അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഇവരുടെ പേരെന്ന് പറയുമ്പോൾ അല്പം നീണ്ട പേരാണ്. ഇവിടെയും കുവൈറ്റിന്റെ അമീർ അദ്ദേഹത്തിന്റെ പേരാണ് ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജബ്ബാർ അൽ സഹാബ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, പ്രണവ് വെങ്കടേഷ് വിൻ ഫിഡെ വേൾഡ് അണ്ടർ-18 യൂത്ത് റാപ്പിഡ് ആൻഡ് ബ്ലിസ് ചെസ് ടൈറ്റിൽ. ഫിഡെ വേൾഡ് അണ്ടർ-18 യൂത്ത് റാപ്പിഡ് ആൻഡ് ബ്ലിസ് ചെസ് കിരീടങ്ങൾ പ്രണവ് വെങ്കടേഷ് നേടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ചെസ് മത്സരത്തിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുമ്പോൾ അത് വേൾഡിലെ ദ യങ്ങസ്റ്റ് ചാമ്പ്യൻ എന്ന പദവി ഡി ഗുകേഷിനെ. ഇപ്പോൾ രണ്ടാമത്തെ ഒരു നേട്ടമാണ് ഇന്ത്യക്ക്. അതായത് ഫിഡെ വേൾഡ് അണ്ടർ-18 യൂത്ത് റാപ്പിഡ് ആൻഡ് ബ്ലിസ് ചെസ് കിരീടങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ പ്രണവ് വെങ്കടേഷ് നേടി. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സ്ലൊവേനിയയിൽ ഫിഡെ വേൾഡ് അണ്ടർ-18 യൂത്ത് റാപ്പിഡ് ബ്ലിസ് കിരീടങ്ങൾ നേടിയ ഇന്ത്യയുടെ ജിഎമ്മിന്റെ പേര് പ്രണവ് വെങ്കടേഷ്. അപ്പൊ അണ്ടർ-18 യൂത്ത് റാപ്പിഡ് ആൻഡ് ബ്ലിസ് എന്ന ആ ഒരു ടൈറ്റിൽ ആണ് ഗ്രാൻഡ് മാസ്റ്റർ പ്രണവ് വെങ്കടേഷ് നേടിയിട്ടുള്ളത്. സ്ലൊവേനിയയിലെ ഒരു മത്സരത്തിലാണ് അണ്ടർ-18 യൂത്ത് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് എന്ന ആ ഒരു മത്സരത്തിൽ പ്രണവ് വെങ്കടേഷിനെ കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ ഇന്ത്യക്ക് എത്ര ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ട്? 85 ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. നിലവിൽ ഇപ്പോൾ ഇന്ത്യക്ക് 85 ഗ്രാൻഡ് മാസ്റ്റേഴ്സും 124 ഇന്റർനാഷണൽ മാസ്റ്റേഴ്സും 23 വിമൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത്. WGM അതായത് വുമൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 23, 124 ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ്, 85 ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ ഇൻട്രൊഡ്യൂസസ് G20 ടാലന്റ് വിസ ടു അട്രാക്ട് ടോപ്പ് ഗ്ലോബൽ സ്കോളേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ്. മികച്ച ആഗോള പണ്ഡിതന്മാരുടെയും പ്രൊഫഷണലുകളുടെയും ആകർഷിക്കുന്നതിനായി ഇന്ത്യ G20 ടാലന്റ് വിസ അവതരിപ്പിക്കുന്നു. ഇപ്പൊ G20 ഗ്രൂപ്പ് ഓഫ് 20 ലീഡേഴ്സ് 20 രാജ്യങ്ങളുടെ ആ രാജ്യങ്ങളിലേക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രഖ്യാപനമാണ്, അതായത് G20 ടാലന്റ് വിസ. നമുക്കിതിന്റെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. G20 രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരെയും പ്രൊഫഷണലുകളെയും ലക്ഷ്യമിട്ട് ഇന്ത്യ അവതരിപ്പിച്ച വിസ ഏതാണ്? G20 ടാലന്റ് വിസ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രഖ്യാപനമാണ്, അതായത് G20 ടാലന്റ് വിസ. ഇത് G20 രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരെയും പ്രൊഫഷണലുകളെയും ലക്ഷ്യമിട്ടിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള ഒരു പുതിയ വിസയാണ് G20 ടാലന്റ് വിസ. G20 രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകർ പ്രൊഫഷണലുകൾക്കുമുള്ള ഇന്ത്യ G20 ടാലന്റ് വിസ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്റ്റുഡൻസ് വിസ വിഭാഗം. സ്റ്റുഡൻസ് വിസ കാറ്റഗറിയിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രഖ്യാപനം, അതായത് ഇന്ത്യ G20 ടാലന്റ് വിസ പ്രഖ്യാപിച്ച കാര്യം. ഏത് വർഷമാണ് ഇന്ത്യക്ക് G20 പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത്? ഡിസംബർ 1, 2022. 2022 ഡിസംബർ 1 തീയതി ഇന്ത്യ G20 പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. 2023 നവംബർ 30 വരെയായിരുന്നു ഇന്ത്യക്ക് ഒരു വർഷം G20 പ്രസിഡൻസി സ്ഥാനം. അതിനുശേഷം, അതായത് ഡിസംബർ 1, 2023 മുതൽ ഇത് ബ്രസീൽ ആണ് G20 പ്രസിഡൻസി സ്ഥാനം. അടുത്തത് ബ്രസീൽ കൈമാറാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കാണ്. ഇന്ത്യ ആണെങ്കിൽ ഇന്തോനേഷ്യയിൽ നിന്നാണ് G20 സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്തോനേഷ്യ, അതിനുശേഷം ഇന്ത്യ, ഇപ്പോൾ ബ്രസീൽ, ഇനി അടുത്തത് സൗത്ത് ആഫ്രിക്കയാണ് G20 പ്രസിഡൻസി സ്ഥാനം. G20 കാലത്ത് ഇന്ത്യയുടെ പ്രസിഡൻസിയുടെ തീം എന്തായിരുന്നു? വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതായിരുന്നു G20 പ്രസിഡൻസിയുടെ സമയത്ത് ഇന്ത്യയുടെ തീം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ അവസാനത്തെ ഹെഡിംഗ് ആണ്, അതായത് മുംബൈ ഡൽഹി റൂട്ട് റാങ്ക് ദി വേൾഡ് 8th ബിസിയസ്റ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് റൂട്ട് ഇൻ 2024. മുംബൈ ഡൽഹി റൂട്ട് 2024 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ആഭ്യന്തര വിമാന റൂട്ടിൽ 8ാം സ്ഥാനത്തെത്തി. അതായത് മുംബൈ ഡൽഹി റൂട്ട് ഇന്ന് വേൾഡിൽ പറയുമ്പോൾ തന്നെ 8ാമത്തെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 8ാമത്തെ ആഭ്യന്തര വിമാന റൂട്ട് ഇന്ത്യയിലെ ഏത് റൂട്ടാണ്?
മുംബൈ, ഡൽഹി. ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണ് ഡൽഹി. അതുപോലെ തന്നെ ബിസിനസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഈ രണ്ട് പ്രദേശങ്ങളെ കണക്ട് ചെയ്യുന്ന റൂട്ട് ആണ് ഇന്ന് ലോകത്തിൽ തന്നെ പറയുമ്പോൾ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള 8ാമത്തെ റൂട്ട്. 2024 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ആഭ്യന്തര വിമാന റൂട്ട് ഏതാണ്? ദക്ഷിണ കൊറിയയിലെ ജെജു ഇന്റർനാഷണൽ സിയോൾ ജിംപോ റൂട്ട്. സൗത്ത് കൊറിയയിലെ രണ്ട് എയർപോർട്ട്സ് ആണ്, ഒന്ന് ജെജു ഇന്റർനാഷണൽ, മറ്റൊന്ന് സിയോൾ ജിംപോ റൂട്ട്. ഈ റൂട്ടിലാണ് ഏറ്റവും തിരക്കേറിയ, അതായത് ലോകത്തിൽ തന്നെ പറയുമ്പോൾ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു റൂട്ട്. ലോകത്തിലെ 3ാമത്തെ വലിയ ആഭ്യന്തര വ്യോമയാന വിപണി ഏതാണ്? ഇന്ത്യ. ഇന്ന് ലോകത്തിൽ തന്നെ പറയുമ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രി തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അത് US, 2ാം സ്ഥാനത്ത് ചൈന, ഇന്നിപ്പോൾ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. ദ ബിസിയസ്റ്റ് ഡൊമസ്റ്റിക് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് വ്യോമയാന വിപണി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. ഇത് ഇന്ത്യയുടെ ഗ്രോത്ത് തന്നെ എന്ന് പറയാൻ സാധിക്കും. 90% ആഭ്യന്തര സീറ്റുകളും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ വ്യോമയാന വിപണിയിൽ ആധിപത്യം പുലർത്തുന്ന 2 എയർലൈനുകൾ ഏതാണ്? ഇൻഡിഗോയും എയർ ഇന്ത്യയും. ഡൊമസ്റ്റിക് എയർലൈൻസിലെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം പ്രകടിപ്പിച്ചിട്ടുള്ള, അതായത് 90%-ഓളം ആഭ്യന്തര റൂട്ടുകൾ കൈകാര്യം ചെയ്യുന്ന 2 എയർലൈൻസ് ആണ് ഇൻഡിഗോയും മറ്റൊന്ന് എയർ ഇന്ത്യയും. ഇപ്പൊ ജെഡിസ് കറണ്ട് അഫേഴ്സിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നിവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ എന്നും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് എവിടെയും നമുക്ക് നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കും. ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.